अफ्रीका के साथ बापू को फेंकना अच्छा नहीं, ട്രെയിൻ से भी नहीं, ടീം से भी नहीं. ആഫ്രിക്കയ്ക്കെതിരെ ഒരിക്കലും ബാപ്പുവിനെ നിങ്ങൾ പുറത്തിരുത്താൻ പാടില്ലായിരുന്നു. അത് ട്രെയിനിൽ നിന്നായാലും ടീമിൽ നിന്നായാലും. കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിന് ശേഷം സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യ പരാജയപ്പെട്ടപ്പോൾ മുൻ ഇന്ത്യൻ താരമായ വീരേന്ദ്ര സെവാഗിന്റെ ഇൻസ്റ്റാ സ്റ്റോറി ഇതായിരുന്നു. ഈ സ്റ്റോറിയിലെ വാചകങ്ങളിൽ ട്രെയിനിൽ നിന്നും ഒരിക്കലും പുറത്താക്കാൻ പാടില്ലാത്ത ബാപ്പു മഹാത്മാഗാന്ധിയാണ് എന്ന് നമുക്കറിയാം. ഒരു ഗാന്ധി അതാണ്. ടീമിൽ നിന്ന് ഒരിക്കലും പുറന്തള്ളാൻ പാടില്ലാത്ത ബാപ്പു മറ്റൊരാളാണ് അക്സർ പട്ടേലാണ്. ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനാണ്. 2024 T20 ലോകകപ്പിലെ ഫൈനലിൽ അക്സർ പട്ടേലിന്റെ ഇന്നിംഗ്സിനെ കുറിച്ച് മുമ്പൊരിക്കൽ ആ സമയത്തെ ക്യാപ്റ്റനായിരുന്ന രോഹിത് ശർമ്മ അഭിപ്രായപ്പെട്ട ഒരു കാര്യമുണ്ട്. ശരിക്കും അധികം ആരും പുകഴ്ത്താത്ത കാര്യമാണ് ഫൈനലിലെ അക്സർ പട്ടേലിന്റെ ഇന്നിംഗ്സ്. അതൊരു ഗെയിം ചേഞ്ചർ ഇന്നിംഗ്സ് ആണ്. അങ്ങനെയൊരു ഘട്ടത്തിൽ ക്രീസിലെത്തുക, 31 പന്തിൽ 47 റൺസ് നേടുക, ആ ഫൈനൽ വിജയിക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അക്സറിൻ്റെ പ്രകടനമെന്നാണ് ആ സമയത്ത് രോഹിത് ശർമ്മ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞ മത്സരം എടുത്തു നോക്കുമ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ടാക്റ്റിക്കൽ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അക്സറിന് പകരം വാഷിംഗ്ടൺ സുന്ദറിനെ പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്തിയ തീരുമാനം തിരിഞ്ഞു കൊത്തിയപ്പോൾ മുതൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വിമർശനം ഉണ്ടാകുന്ന കാര്യങ്ങളിലൊന്നാണ് അക്സറിനെ ഇന്ത്യ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന വിധം. അയാൾ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനാണ്, എക്സ്പീരിയൻസ്ഡ് പ്ലെയറാണ്, ക്രൂഷ്യൽ ഗെയിമുകളിൽ ഇന്ത്യയുടെ മാച്ച് വിന്നറാണ്, സ്പിൻ ഓൾറൗണ്ടറാണ്, വിക്കറ്റ് ടേക്കറാണ്, നല്ലൊരു ബാറ്ററാണ്. വർഷങ്ങളായി അയാളത് തെളിയിച്ചു കൊണ്ടേയിരിക്കുകയാണ്. വാഷിംഗ്ടൺ സുന്ദറിനേക്കാൾ എന്തുകൊണ്ടും കളി മികവിലും ഗെയിം പ്ലാനുകളിലും ബോളിങ്ങിലും ബാറ്റിങ്ങിലും എല്ലാം എത്രയോ മുന്നിലുള്ള അക്സറിന് എന്തിനാണ് ഇങ്ങനെ അപമാനിക്കുന്നത്, മാറ്റി നിർത്തുന്നത്? മുൻ താരങ്ങളടക്കം കഴിഞ്ഞ ദിവസത്തെ സൗത്ത് ആഫ്രിക്കയോട് ഇന്ത്യ അട്ടപ്പടലം തോറ്റ ശേഷം ഏറ്റവും കൂടുതൽ വിമർശന വിധേയമാക്കുന്ന പ്രധാന പോയിന്റുകളിൽ ഒന്ന് അക്സറിന്റെ ഓമിഷൻ തന്നെയാണ്. വാട്ട് കൈൻഡ് ഓഫ് സ്ട്രാറ്റജി ടു പ്ലേ വാഷിംഗ്ടൺ സുന്ദർ വെൻ അക്സർ ബോളിംഗ് ആൻഡ് ബാറ്റിംഗ് വെൽ? ഡ്രോപ്പിംഗ് അക്സർ പട്ടേൽ ഫോർ വാഷിംഗ്ടൺ സുന്ദർ ഈസ് എ ബിഗ് മിസ്റ്റേക്ക്. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ ഇന്ത്യയുടെ കനത്ത പരാജയത്തിന് പിന്നാലെ ടീം സെലക്ഷനിലെ പാളിച്ചുകളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് മുൻ ഇന്ത്യൻ താരമായ ആകാശ് ചോപ്രയാണ് കഴിഞ്ഞ ദിനം പ്രധാനമായും ആദ്യം രംഗത്തെത്തിയത്. സൗത്ത് ആഫ്രിക്കയുടെ ഇടങ്കൈയൻ ബാറ്റർമാരായ ക്വിന്റൺ ഡീകോക്ക്, റിയാൻ റിക്കിൾട്ടൺ, ഡേവിഡ് മില്ലർ ഇവരെ വീഴ്ത്താനാണ് ഓഫ് സ്പിന്നറായ വാഷിംഗ്ടൺ സുന്ദറിനെ ടീമിലെടുത്തത്. എന്നാൽ വാഷിയെ പന്തേൽപ്പിക്കുന്നതിന് മുൻപ് തന്നെ ഡീകോക്കും റിക്കിൾട്ടനും പുറത്തായതിനാൽ അദ്ദേഹത്തെ ഫലപ്രദമായി ഉപയോഗിക്കാൻ ഈ മത്സരത്തിലോട്ട് കഴിഞ്ഞുമില്ല. മില്ലർ ക്രീസിലുണ്ടായിരുന്നെങ്കിലും മറുവശത്ത് വലങ്കയ്യനായ ഡെവാൽ ബ്രേവിസ് തകർത്തടിച്ചുകൊണ്ടിരുന്നതിനാൽ 2 ഓവർ മാത്രമാണ് അദ്ദേഹത്തെ കൊണ്ട് പന്തെറിയിച്ചത്. 17 റൺസ് വഴങ്ങിയെങ്കിലും വിക്കറ്റൊന്നും എടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചുമില്ല. ഇനി ബാറ്റിംഗിൽ സ്ഥാനക്കയറ്റം കിട്ടി 5-ാമനായി ഇറങ്ങിയെങ്കിലും 11 പന്തിൽ 11 റൺസ് മാത്രമാണ് വാഷിംഗ്ടൺ സുന്ദറിന് നേടാൻ സാധിച്ചത്. ആകാശ് ചോപ്രയെ പോലെ തന്നെ കൃഷ്ണമാചാരി ശ്രീകാന്തും അക്സറിനെ മാറ്റി നിർത്താനുള്ള ഗംഭീറിന്റെയും സൂര്യകുമാറിന്റെയും ആശയത്തിനെതിരെ കഴിഞ്ഞ ദിനം തന്നെ രംഗത്ത് വന്നിരുന്നു.